പെരിസ്റ്റോൾട്ടിക് മൂവ്മെൻറ്റ് നമ്മുടെ ദഹനത്തെ സുഗമമാക്കുന്ന വയറിൻ്റെയും കുടലിൻ്റെയും മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെയാണ് അത് പറയുന്നത്. ഈ മൂവ്മെൻറ്റിൻ്റെ അപാകത കൊണ്ട് കോൺസ്റ്റിപ്പേഷനും വയറുവേദനയും മലബന്ധം കൊണ്ട് ഉണ്ടാകാവുന്ന മറ്റനവധി അസുഖങ്ങളും നമുക്കുണ്ടാകാവുന്നതാണ്. അപ്പോൾ ഈ പെരിസ്റ്റോൾട്ടിക് മൂവ്മെൻറ്റ് കറക്റ്റാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണം മാത്രമല്ല, വ്യായാമം കൂടി വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല വ്യായാമം ഉള്ളവർക്ക് മാത്രമേ നല്ല പോലെ ആഹാരം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അത് ദഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ ലിവറിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആകാനായിട്ട്, നമ്മുടെ ബൈൽ സോൾട്സിൻ്റെ സെക്രീഷൻ കറക്റ്റ് ആകാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് വ്യായാമം ചെയ്യുകയും ഈ എയ്റോബിക് എക്സസൈസും വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് വഴിയും ദഹനം സുഗമമാക്കുകയും ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കിടപ്പ് രോഗികളാണെങ്കിൽ പോലും രാവിലെയും വൈകുന്നേരം അരമണിക്കൂറെങ്കിലും മുറ്റത്തൂടെ വെയിലത്ത് ഒന്ന് നടക്കുന്നത്, ഇളം വെയിൽ ഏൽക്കുന്നത് തന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യും